ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു ഓണം സെലിബ്രേഷൻ കാണാം കേട്ടോ. അപ്പോൾ ഞാൻ മുൻപ് വർക്ക് ചെയ്ത ഒരു ഓഫീസാണ്, മലപ്പുറത്താണ് ഇതുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഓണത്തിനായിട്ട് നമ്മൾ പൂക്കളം ഒരുക്കുന്നുണ്ട്, ഉച്ചയ്ക്ക് സദ്യ കഴിക്കണം, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് പൂക്കളം സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും പൂവൊക്കെ നന്നായി കട്ട് ചെയ്ത് എന്താ പറയുക എടുക്കുകയാണ്. അപ്പോൾ പൂക്കളം വരയ്ക്കുന്നത് ഞാനാണ് കേട്ടോ. കൂട്ടത്തിൽ ചെറുതായിട്ട് വരയ്ക്കുന്ന ആൾ ഞാനായതുകൊണ്ട് തന്നെ എന്നെ പൊക്കി പറഞ്ഞതല്ല, വരച്ചത് ഞാൻ തന്നെയായിരുന്നു. പിന്നെ പൂവൊക്കെ എല്ലാം സെറ്റായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത പൂവ് നമ്മൾ ചെണ്ടുമല്ലിയാണ്. അത് യെല്ലോ കളറും ഓറഞ്ച് കളറും ഉണ്ടായിരുന്നു. പിന്നെ ജമന്തി പൂവാണ് കേട്ടോ, അത് വൈറ്റ് കളറും. അപ്പം നമുക്ക് പിന്നുള്ളത് പിങ്ക് കളറിലുള്ള ഒരു പൂവാണ്. പിന്നെ നമ്മൾ വീടുകളിൽ നിന്നൊക്കെ കൊടുന്ന കുറച്ച് പൂക്കളും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അതെല്ലാം കൂടി യൂസ് ചെയ്തിട്ട് ഇടാമെന്നാണ് വിചാരിച്ചത്. അപ്പം നമ്മൾ കളമൊക്കെ വരച്ച് നമ്മൾ പൂവ് ഇടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല വെയിലുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ നമ്മളിതാ ഏകദേശം ഇങ്ങനെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിന് ഓണാശംസകൾ അല്ലെങ്കിൽ ഹാപ്പി ഓണം എന്നും കൂടി എഴുതി സെറ്റാക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ അതും കൂടി നമ്മൾ തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് സദ്യേൻ്റെ ഒരുക്കങ്ങളാണ്. അപ്പോൾ സദ്യ നമ്മൾ ഓർഡർ ചെയ്ത് വരുത്താണ് ചെയ്തത്. മലപ്പുറത്ത് ഒരു ഹോട്ടലിൽ നിന്നാണ് കൊണ്ടുവന്നത്. കാരണം ഒരുപാട് പേരുള്ളതുകൊണ്ട് നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ മലപ്പുറം സ്വാഗത് ഹോട്ടലിൽ നിന്നാണ് എല്ലാം സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കറക്റ്റ് ഒരു 12 മണിയൊക്കെ ആകുമ്പോഴേക്ക് സാധനം എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ പൂവിട്ട ക്ഷീണത്തിൽ നമ്മളിനി സദ്യ കഴിക്കാൻ പോവാണ് കേട്ടോ. സദ്യയിൽ എല്ലാ എന്താ പറയുക വിഭവങ്ങളും ഉണ്ടായിരുന്നു. അവിയൽ, പിന്നെ കാളൻ, പിന്നെ അച്ചാർ, പപ്പടം, രസം, സാമ്പാർ, മോര്, പിന്നെ സാമ്പാർ, പിന്നെ ചോറ്, പിന്നെ പായസം ഉണ്ടായിരുന്നു. പായസം പാലട പായസമായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അടിപൊളി സദ്യയൊക്കെ കഴിച്ചിട്ട് ഏകദേശം ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ തിരിച്ചു പോരുകയാണ്. അങ്ങനെ ഇന്നത്തെ ദിവസം നല്ല അടിച്ചു പൊളിക്കാൻ പറ്റി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ വ്ളോഗ് ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗ് കാണാം. ടാറ്റാ, ബൈ.